ഓൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന DDA ലൈൻ ഡ്രോയിങ് അൽഗോരിതത്തിൻ്റെ ഒരു എക്സാമ്പിളാണ് പഠിക്കാൻ പോകുന്നത്. അൽഗോരിതം വെച്ച് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ DDA അൽഗോരിതം പഠിപ്പിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്, അത് നോക്കണം. അപ്പോൾ അതിന് നമുക്ക് ജസ്റ്റ് അതിന് മുന്നേ എക്സാമ്പിൾ പറയുന്നതിന് മുമ്പേ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അൽഗോരിതം ഒന്നുകൂടെ നോക്കാം. അപ്പോൾ അൽഗോരിതം എന്താണ് പറയുന്നത്? ഇൻപുട്ട് ദ 2 എൻഡ് പോയിൻറ്റ് പിക്സൽ പൊസിഷൻ. അപ്പോൾ 2 എൻഡ് പോയിൻറ്റ്സ് വന്നിരിക്കും. അപ്പോൾ ആ അതിനെ ഇൻപുട്ട് ചെയ്യുക. എന്നിട്ട് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ എൻഡ് പോയിൻറ്റ് പൊസിഷൻ ആർ അസൈൻ ടു പാരാമീറ്റേഴ്സ് dx ആൻഡ് dy. എന്നിട്ട് 2 എൻഡ് പോയിൻറ്റ്സിൻ്റെ എക്സ് വാല്യൂസ് നമ്മൾ ഡിഫറൻസ് എടുക്കുമ്പോൾ dx കിട്ടും. അതേപോലെ വെർട്ടിക്കൽ ഡിഫറൻസ് y വാല്യൂസിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ അത് dy-ലോട്ട് അസൈൻ ചെയ്യും. ഓക്കെ, എന്നിട്ട് dxഉം dyയും കമ്പയർ ചെയ്ത് അതിൽ ഏതാണോ വലുത് അത് ആർക്ക് അസൈൻ ചെയ്യും? സ്റ്റെപ്സ് എന്ന വേരിയബിളിന് അസൈൻ ചെയ്യും. അപ്പോൾ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? dx dy ഏതാണോ വലുത് അതിൽ വലുതായിട്ടുള്ള ആളിനെയാണ് സ്റ്റെപ്സിലായിട്ട് വാല്യൂ അസൈൻ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ dxൻ്റെ വാല്യൂ ആയിരിക്കും മേ ബി ഓർ dyയുടെ വാല്യൂ ആയിരിക്കും. അപ്പോൾ ഏതാണ് വലുത് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സ്റ്റാർട്ടിംഗ് വിത്ത് പിക്സൽ പൊസിഷൻ x0 y0 ഡിറ്റർമിൻ ദ ഓഫ്സെറ്റ് നീഡഡ് ടു ഈ സ്റ്റെപ്പ് ടു ജനറേറ്റ് ദ നെക്സ്റ്റ് പിക്സൽ പൊസിഷൻ അലോങ് ദ ലൈൻ പാത്ത്. അപ്പോൾ നമ്മളിങ്ങനെ എന്ത് ചെയ്യണം? x0 y0 തുടങ്ങി നെക്സ്റ്റ് ആയിട്ടുള്ള പോയിന്റ്, നെക്സ്റ്റ് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കും, നെക്സ്റ്റ് പിക്സൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി അതിൻ്റെ ഓഫ്സെറ്റ് മീൻസ് എന്താണ്? ഈ x0 y0 അടുത്ത പിക്സലിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. x നിന്നും കണ്ടുപിടിക്കണം, y നിന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി അടുത്ത ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതാണ് x ഇൻക്രിമെൻറ്റും y ഇൻക്രിമെൻറ്റും. x ഇൻക്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? dx ഡിവൈഡഡ് ബൈ സ്റ്റെപ്സ്. y ഇൻക്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ dy ഡിവൈഡഡ് ബൈ സ്റ്റെപ്സ് ആണ്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും? ഈ x ഇൻക്രിമെൻറ്റും y ഇൻക്രിമെൻറ്റും ഈ x0 y0നോട് ആഡ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് ഇട്ട് അങ്ങനെ നമ്മൾ ഈ പ്രോസസ്സ് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും? സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റെപ്സിൻ്റെ വാല്യൂ എത്രയാണോ അത്രയും പ്രാവശ്യം എന്ത് ചെയ്യും? നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. ഇതാണ് അൽഗോരിതം പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അപ്പോൾ നേരത്തെ പറഞ്ഞു ഒന്ന് സാമ്പിൾ ചെയ്യും, ഡെൽറ്റ എക്സ് നമ്മൾ യൂണിറ്റ് ഇൻ്റർവെൽ സാമ്പിൾ ചെയ്യും, ഡെൽറ്റ വൈ കണ്ടുപിടിക്കും. അപ്പോൾ അതും ഇതെല്ലാം ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ എക്സാമ്പിൾ നോക്കിയാൽ ലൈൻ ഹാസ് 2 എൻഡ് പോയിൻറ്റ്സ് 10 10 ആൻഡ് 20 30. അപ്പോൾ ലൈന് 2 എൻഡ് പോയിൻറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ് 2 എൻഡ് പോയിൻറ്റ്സ് ഉണ്ട്? 10 10ഉം അല്ലേ 20 30 ആണ് 2 എൻഡ് പോയിൻറ്റ്സ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്ലോട്ട് ദ ഇൻ്റർമീഡിയറ്റ് പോയിന്റ് യൂസിങ് DDA അൽഗോരിതം യൂസ് ചെയ്ത് ഇൻ്റർമീഡിയറ്റ് പോയിന്റ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെ ഇൻ്റർമീഡിയറ്റ് പോയിന്റ്സ് കണ്ടുപിടിക്കും? ആദ്യം അതിന് മുന്നേ നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയില്ലേ? m = എന്താണ്? y2 - y1 ദാറ്റ് ഈസ് ഡെൽറ്റ y ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ദാറ്റ് ഈസ് വൈൻ്റെ വാല്യൂസ് 13 10 അല്ലേ? 13 10 ഡിവൈഡ് ചെയ്യുമ്പോൾ 13 ഡിഫറൻസ് കാണുമ്പോൾ 20. അതേപോലെ 20 - 10 എന്താണ്? 10. 20 ഡിവൈഡ് ബൈ 10 2. അപ്പം സ്ലോപ്പ് എന്താണ്? ഇവിടെ ഗ്രേറ്റർ ദാൻ 2 ആണ്. ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ നമ്മൾ എന്താണ്? y ആക്സിസ് ആണ് സാമ്പിൾ ചെയ്യേണ്ടത്, എക്സ്. അപ്പോൾ വൈൻ്റെ ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ആയിരിക്കും. എക്സിൻ്റെ വാല്യൂ xk + 1 = sk + 1/m. അപ്പോൾ നമ്മൾ ഇത് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ സ്ലോപ്പ് വരെ കണ്ടുപിടിച്ചു, ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ നമ്മൾ ഇനി എന്താണ്? dxഉം dyയും കണ്ടുപിടിക്കുന്നു. dx അൽഗോരിതം പറഞ്ഞതുപോലെ 10ഉം 20ഉം കണ്ടുപിടിച്ചു, ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ കണ്ടുപിടിച്ചു. ഇനി അപ്പോൾ എന്താണ്? ഇനി നമ്മൾ നോക്കും, ചെക്ക് ചെയ്യും രണ്ടും ഏതാണ് വലുത്. അപ്പോൾ dy ആണ് വലുത് അല്ലേ? dy ആണ് വലുത്. അപ്പോൾ dy ആണ് വലുതുകൊണ്ട് സ്റ്റെപ്സിൻ്റെ വാല്യൂ dyൻ്റെ വാല്യൂ സ്റ്റെപ്സിലോട്ട് അസൈൻ ചെയ്യും. അപ്പോൾ dy 20 ആയതുകൊണ്ട് സ്റ്റെപ്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 20 ആയിരിക്കും. ഇനി നമ്മൾ എക്സ് ഇൻക്രിമെൻറ്റ്, എന്തിനാണ് എക്സ് ഇൻക്രിമെൻറ്റ്? x0 y0യിൽ നിന്നും ഉള്ള ഓഫ്സെറ്റ് മീൻസ് എന്താണ്? അടുത്ത പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അടുത്ത പോയിന്റ് x1 y1ലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത് എക്സ് ഇൻക്രിമെൻറ്റും വൈ ഇൻക്രിമെൻറ്റും അല്ലേ? അപ്പോൾ എക്സ് ഇൻക്രിമെൻറ്റും വൈ ഇൻക്രിമെൻറ്റും കണ്ടുപിടിച്ചു. അപ്പം എക്സ് ഇൻക്രിമെൻറ്റ് കണ്ടുപിടിക്കുന്ന ഫോർമുല dx ബൈ സ്റ്റെപ്സ്. അപ്പം എക്സ് ഇൻക്രിമെൻറ്റ് dx എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ഡിവൈഡ് ബൈ സ്റ്റെപ്സിൻ്റെ വാല്യൂ dyയുടെ വാല്യൂ 20 ദാറ്റ് ഈസ് 0.5. അപ്പോൾ എക്സ് ഇൻക്രിമെൻറ്റ് ഓരോ നെക്സ്റ്റ് വാല്യൂ x0യിൽ നിന്നും 0.5 ആഡ് ചെയ്യുമ്പോഴാണ് അല്ലേ? 0.5 ആഡ് ചെയ്യുമ്പോഴാണ് എന്താവുന്നത്? നമ്മളുടെ x1 കിട്ടുന്നത്. അപ്പോൾ x1ൽ നിന്നും 0.5 ആഡ് ചെയ്യുമ്പം x2 കിട്ടും. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ y ഇൻക്രിമെൻ്റ് ആണെങ്കിലോ, y ഇൻക്രിമെൻ്റ് നോക്കിയേ dy ബൈ സ്റ്റെപ്സ് ആണ്. കണ്ടോ? y ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? dy ബൈ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ dy എന്ന് പറഞ്ഞാൽ 20 കണ്ടോ? 1. ഞാൻ പറഞ്ഞു y ആക്സിസ് ആണ് നമ്മൾ യൂണിറ്റ് ഇൻ്റർവെല്ലിൽ സാമ്പിൾ ചെയ്യുന്നത് അല്ലേ? y ആക്സിസ് ആണ് നമ്മൾ യൂണിറ്റ് ഇൻ്റർവെല്ലിൽ സാമ്പിൾ ചെയ്യുന്നത്. അപ്പോൾ ഡെൽറ്റ വൈ അല്ലേ? ഡെൽറ്റ വൈയിൽ y ഇൻക്രിമെൻറ്റ് നമ്മൾ നോക്കിയേ y ഇൻക്രിമെൻറ്റ് 1 ആയി. ഓക്കെ, നെക്സ്റ്റ് അടുത്തടുത്ത പോയിന്റ്സ് എല്ലാം 1 വെച്ചിട്ട് യൂണിറ്റ് ഇൻ്റർവെല്ലാണ് എന്താകുന്ന ഇൻക്രിമെൻ്റ് ആയി
മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എസ് കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് കെ പ്ലസ് എക്സ് ഇൻക്രിമെൻറ്റ് വൈ കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ വൈ കെ പ്ലസ് വൈ ഇൻക്രിമെൻറ്റ്. അപ്പം എസ് കെയുടെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ 0.5 വെച്ച് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. വൈ കെയുടെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ 1 വെച്ച് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഈ സ്റ്റെപ്സ് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും? 20 ടൈംസ് റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ 20 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നതുണ്ടോ? ഇവിടെ നമ്മൾ 0 തൊട്ട് തുടങ്ങി. 0യിൽ ഫസ്റ്റ് പോയിന്റ് ആണ് 10 10 അല്ലേ? 0യിൽ ഫസ്റ്റ് പോയിന്റ് എന്താണ്? 10 10 10 10 ആക്ച്വൽ പോയിന്റ് 10 10 പിക്സൽ പൊസിഷൻ. നമ്മൾ ഇതെന്ത് ഏതാണ്? ഇതിനെ അപ്രോക്സിമേറ്റ് ചെയ്ത് എഴുതുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 10.5ഉം 11ഉം ആണ് കിട്ടുന്നത്. എസിൻ്റെ കൂടെ അടുത്ത 0.5 ആഡ് ചെയ്യുമ്പോൾ 10.5, വൈൻ്റെ കൂടെ 11 1 ആഡ് ചെയ്യും. 10ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 11 കിട്ടി. 10.5 11 ഈസ് ഈക്വൽ ടു 11 11. ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ടുപിടിക്കും. ഇത് ഓരോന്നും എക്സ് 0.5 വെച്ച് ആഡ് ചെയ്തുകൊണ്ടിരിക്കും, വൈ 1 വെച്ച് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഏതുവരെ 20 പ്രാവശ്യമാകുമ്പോൾ നമുക്ക് അവസാനം ഫൈനൽ എൻഡ് പോയിന്റ് 20 30 കിട്ടും. ഓക്കെ, 20 30 കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഇങ്ങനെയാണ് നമ്മൾ DDA ലൈൻ ഡ്രോയിങ് അൽഗോരിതം വെച്ച് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഗ്രാഫും പ്ലോട്ട് ചെയ്യാം. അപ്പം ഗ്രാഫ് ഇതിൽ തന്നിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിട്ടുപോയ കാര്യമാണ്. അതായത് നമുക്ക് DDAയുടെ പ്രോപ്പർട്ടീസ്, അഡ്വാൻറ്റേജസ്, ഡിസ്അഡ്വാൻറ്റേജസ് വരുന്നുണ്ട്. ദ ഫാസ്റ്റ് മെത്തേഡ് ഫോർ കാൽക്കുലേറ്റിംഗ് പിക്സൽ പൊസിഷൻ ദാൻ ദ ഡയറക്റ്റ് യൂസ് y is equal to mx plus b. mx plus b കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ ഫാസ്റ്റായിട്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്? പിക്സൽ പൊസിഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? പിന്നെ മാത്രമല്ല യൂസ് ഡെൽറ്റ എക്സ് ആൻഡ് ഡെൽറ്റ വൈ ടു എലിമിനേറ്റ് ദ മൾട്ടിപ്ലിക്കേഷൻ ദ എബോ എക്സ് ഇക്വേഷൻസ്. ഈ വൈ എക്സ് എം എക്സ് പ്ലസ് ബി അതിലൊരു മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്, അത് അവോയ്ഡ് ചെയ്ത് നമ്മൾ ഡെൽറ്റ എക്സും ഡെൽറ്റ വൈ മാത്രം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കാൽക്കുലേഷനൊക്കെ ചെയ്യുന്നത്. റൗണ്ടിങ്, ഇനി ഇത് രണ്ടും അഡ്വാൻറ്റേജ് ആണെങ്കിൽ ഇനി പറയുന്ന ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. റൗണ്ടിങ് സക്സസീവ് അഡിഷൻസ് ഓഫ് ദ ഫ്ലോട്ടിംഗ് പോയിന്റ് ഇൻക്രിമെന്റ് കെൻ കാസ് ദ കാൽക്കുലേറ്റിംഗ് പിക്സൽ പൊസിഷൻ ടു ഡ്രിഫ്റ്റ് അവേ ഫ്രം ദ ട്രൂ ലൈൻ പാത്ത് ഫോർ ലോങ് ലൈൻ സെഗ്മെന്റ്. നമ്മൾ റൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ 10.5 ഒക്കെ റൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ 11 ആക്കുക. അങ്ങനെ വരുമ്പം യഥാർത്ഥ പിക്സൽ പൊസിഷനിൽ നിന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് പോകാനുള്ളത് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന യഥാർത്ഥ ലൈനിലായിരിക്കില്ല കിട്ടുന്ന, ഒരു സ്റ്റെപ്പ് എഫക്റ്റിലായിരിക്കും കിട്ടുന്നത്. അത് വരും, അതെന്തുകൊണ്ടാണ്? റൗണ്ടിങ് കാരണമാണ്. റൗണ്ടിങ് കാരണം അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. റൗണ്ടിങ് ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് അരിത്തമെറ്റിക് ടൈം കൺസ്യൂമിങ് ഓപ്പറേഷൻ. മാത്രമല്ല ഈ റൗണ്ടിങ്ങും ഫ്ലോട്ടിംഗ് പോയിന്റ് കാൽക്കുലേഷൻസ് ഒക്കെ, ഈ ഡിവിഷനൊക്കെ വരുമ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്റ് കാൽക്കുലേഷൻ ഒക്കെ വരും. അതൊക്കെ എന്താണ്? ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. DDA ലൈൻ അൽഗോരിതം, ലൈൻ ഡ്രോയിങ് അൽഗോരിതം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ. താങ്ക് യു.